ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന കാപ്പിൽ ബീച്ചിലോട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. കൊല്ലം ബീച്ചിലൊക്കെ വന്നിട്ടുണ്ട്, വർക്കല ബീച്ചിലൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ സേവ് ദ ഡേറ്റ് ഒക്കെ വർക്കല ബീച്ച് വെച്ചായിരുന്നു. പക്ഷേ കാപ്പിൽ ബീച്ചിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. അപ്പം ഇവിടുത്തെ ബീച്ചിൻ്റെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഒരു സൈഡിൽ വന്നിട്ട് കടൽ, ഒരു സൈഡിൽ വന്നിട്ട് കായലുമാണ്. അപ്പോൾ ഈ കായലിൻ്റെ സൈഡ് വന്നിട്ട് കംപ്ലീറ്റ് ഇതുപോലത്തെ കാറ്റാടി മരങ്ങളാണ്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലതാണ്. ഓക്കെ, നമുക്കിനി അകത്തോട്ട് പോയി നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഇതിൻ്റെ അകത്തത്തെ വ്യൂ. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യാനായിട്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നേരെ താഴോട്ട് നടക്കുമ്പോഴത്തേക്കും കായലിൻ്റെ ആ സൈഡിലോട്ടാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ആ കാണുന്നതാണ് കാപ്പിൽ ബ്രിഡ്ജ്. അവിടെ കുറച്ച് അപ്പർ സൈഡിൽ കുറച്ച് ബോട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ആയിരിക്കും ചിലപ്പോൾ ബോട്ടിംഗ് സർവീസസ് ഒക്കെ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ തന്നെ ആ ഒരു ബോട്ടിങ്ങിൻ്റെ ബോർഡ് ഞാൻ കണ്ടായിരുന്നു. അപ്പം അവിടെ എനിക്ക് തോന്നുന്നു ഓരോ സ്ഥലത്തും മേ ബി ആ ബോട്ടിങ്ങിൻ്റെ ബോർഡൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ ഒന്ന് ആ ബോർഡ് കണ്ടിട്ടൊന്ന് അവരെ ബന്ധപ്പെടുകയാണെങ്കിൽ അവിടെ ബോട്ടിങ് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്കവിടെ ലേക്കിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ബന്ധപ്പെടാം. ആൻഡ് ഇവിടെ ഒരു റിസോർട്ടുണ്ട്, ലേക്ക് ആൻഡ് സീ. അപ്പോൾ നമ്പറും പ്രൊവൈഡഡ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ താമസിക്കണം എന്നുള്ളവർ ഇതൊരു നല്ലൊരു ബീച്ച് വ്യൂ ഒക്കെ കിട്ടി നല്ല രീതിയിൽ ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വരുന്ന വഴിക്ക് ഇവിടെ റിസോർട്ട്, ലേക്ക് ആൻഡ് റിസോർട്ടാണ് തോന്നുന്നു, ലേക്ക് ആൻഡ് റിസോർട്ട്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ചെറിയ കഫറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബീച്ചിൽ ഈ എന്തുവാണ് ഒരു കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വരുന്നവർക്ക് ഇപ്പോൾ റിഫ്രഷ്മെൻറ്റ്സും കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ കയറാൻ തന്നെ അതിനോട് അടുത്ത് തന്നെ ചെറിയൊരു ഐസ്ക്രീം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ചില്ലായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ആൻഡ് ഇവിടെ നമുക്ക് ലേക്കിൽ ബോട്ടിംഗ് സർവീസസ് ആൻഡ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അവിടെ തന്നെ അവിടെ ഒരു ബോർഡ് തന്നിട്ടുണ്ടായിരുന്നു ഈ ബോട്ടിംഗ് സർവീസസിന് വേണ്ടി കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എടുത്തില്ല. ഞാൻ പോകുന്ന വഴിക്ക് ഇനി എത്ത് കാണിച്ചു തരാം. അപ്പോൾ ബോട്ടിംഗ് കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് റിസോർട്ടിൽ സ്റ്റേ, ഒരു ബീച്ച് വ്യൂ ഒക്കെ കിട്ടിയ റിസോർട്ടിൽ സ്റ്റേ ചെയ്യണം എന്നുള്ളവർക്ക് ഈ ഒരു റിസോർട്ടിലോട്ട് വന്ന് ബുക്ക് ചെയ്ത് വരാവുന്നതേ ഉള്ളൂ. അപ്പം ശരിക്കും നമ്മൾ ബീച്ചിലോട്ടാണ് പോകുന്നത്. ബീച്ചിലോട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എന്തോ പണികളും കാര്യങ്ങളൊക്കെ എന്തോ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ കല്ലിടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം കല്ലൊക്കെ ഇറക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ശരി, നമുക്കിനി മുന്നോട്ട് പോകാം. ഇടയ്ക്കിടയ്ക്ക് പാനിപ്പൂരി സ്റ്റോൾസും വരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും പാനിപ്പൂരി ലവേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പാനിപ്പൂരിയൊക്കെ തട്ടി വിടാവുന്നതാണ്. ഇപ്പോൾ ഇതാണ് കായൽ വന്നിട്ട്. ശരിക്കും എന്താ പറയുക, ഈ പ്രേത സിനിമയിലൊക്കെ കാണുന്നൊരു ഫീലിംഗാണ് എനിക്ക് തോന്നിയത് ഈ സൈഡിലോട്ട് വന്നപ്പോൾ.
ഈ ഹിന്ദി പ്രേത മൂവിയിലൊക്കെ ഇങ്ങനെ കാണാതെ പോയ നായികയെ തപ്പി നടക്കുന്ന നായകൻ, അങ്ങനെ ഒരു സീനൊക്കെ ഇവിടെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെയുണ്ട് കാണാനായിട്ട്. എനിക്ക് അതായത് എന്താ പറയുക, ഒരു അടിപൊളി ഫീലിംഗ് ആണ്. അതായത് ഒരു സൈഡിൽ കൂടെ കായൽ, അപ്പുറത്തെ സൈഡിൽ കടൽ, അതിൻ്റെ നടുക്ക് നമുക്ക് ജസ്റ്റ് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാനായിട്ടുള്ള വഴി എല്ലാം. പിന്നെ ഒരു ഈവനിങ് ടൈം ബീച്ച്, എല്ലാവരും നല്ലൊരു എന്താ പറയുക, ഒരു കാം ആൻഡ് സൂത്തിങ് ഫീലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് ബീച്ചിലോട്ട് പോകാം. പൊതുവേ ഞാനൊരു ബീച്ച് പേഴ്സൺ ആണ്. എനിക്ക് ഈ മലകളൊക്കെ കയറുന്നേക്കാൾ കൂടുതൽ എനിക്ക് ഈ ബീച്ചിലൊക്കെ കളിക്കാനാണ് ഇഷ്ടം. ഞാൻ നല്ല ചെറിയ പ്രായത്തിലായിരുന്നപ്പോൾ എവറി സൺഡേസ് ഞാൻ ബീച്ചിൽ പോകുമായിരുന്നു. മെയിൻലി ശംഖുമുഖത്താണ് പൊയ്ക്കൊണ്ടിരുന്നത്. എനിക്ക് ബീച്ചിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സ്റ്റിൽ നൗ എനിക്ക് ബീച്ചിൽ കാലൊക്കെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ടൈം കിട്ടുന്നത് പോലെ ഞാനിപ്പോൾ ബീച്ചിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആ ടൈമിൽ ശംഖുമുഖം, വേളി അങ്ങനെ ഒരു ഏരിയയിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. ഇപ്പോഴാണ് കൊല്ലം സൈഡ്, കോഴിക്കോട് ഇങ്ങനത്തെ ബീച്ചുകളൊക്കെ ഞാൻ കാണാൻ പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കാപ്പിൽ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഒക്കെ. എന്തായാലും എനിക്കിഷ്ടപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, ഐ ആം എ ബീച്ച് പേഴ്സൺ. അപ്പോൾ നിങ്ങൾക്കും ഞാൻ കാണുന്ന കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ കടലും കായലും ചേർന്ന് വരികയാണ്. ഒന്നിക്കുകയാണ് അവിടെ. ഞാൻ കാണിച്ചു തരാം. കണ്ടത് ഈ കായൽ, ആ കടൽ, ആ ഒരു സ്പോട്ടിൽ വന്ന് ഒന്നിക്കുകയാണ്. ഇവിടെ അങ്ങനെ ഈ കായലിൽ വലിയ ആഴമില്ലെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് പേര് അങ്ങോട്ടൊക്കെ നടന്നു പോകുന്നത് കണ്ടു. എന്നാലും നിങ്ങൾ നടക്കുന്നത് സൂക്ഷിക്കുക. പറയാൻ പറ്റത്തില്ല ആപത്ത് എപ്പോഴാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ കായൽ വലിയ ആഴമില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാതിരിക്കാൻ മാക്സിമം നോക്കുക. ഓക്കെ, അപ്പം നമുക്കിനി ബീച്ചിലോട്ട് പോവാം. ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ കുറച്ച് വീടുകളും കാര്യങ്ങളും ഹട്ടുകളൊക്കെ പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് റിസോർട്ടാണോ അതിൻ്റെ വീടാണോ എന്താണെന്ന് അറിയില്ല. റിസോർട്ടാണെന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ബോർഡൊന്നും ഇല്ല. അപ്പോൾ ഗൈസ്, ഇവിടെ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. ഞാനിന്ന് ഈ കോസ്റ്റ്യൂം ഇട്ടതൊന്നും കടലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. ഡ്രസ്സ് വെറുതെ ചീത്താവും. സോ ഇവിടെ വരുന്നവർക്ക് കായലിൽ വേണമെങ്കിൽ കായലിൽ കാലൊക്കെ നനച്ചിട്ട് കുറച്ച് നേരം അവിടെ കളിച്ച് നിൽക്കുക. കടലിൽ വേണമെങ്കിൽ കടലിലിറങ്ങി കുറച്ച് നേരം അവിടെ കടലൊക്കെ ഇറങ്ങി മണ്ണിലൊക്കെ വാരി കളിച്ച് കാലൊക്കെ നനച്ച് സൂപ്പറായിട്ട് ഇവിടെ തന്നെ ഇരിക്കുക. ആൻഡ് കടലും കായലിലും ഒന്നും ഇറങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഈ കല്ലിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് കണ്ട് കുറച്ച് നേരം അവിടെയും ടൈം സ്പെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് സൂര്യനൊക്കെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാനൊരു ഫംഗ്ഷനൊക്കെ പോയിട്ട് വന്ന് തിരിച്ച് ബീച്ചിലൊക്കെ വന്നുകൊണ്ട് കുറച്ചൊന്ന് ടയേർഡ് കൂടെയാണ്. അപ്പോൾ ഇനി തിരിച്ച് നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഒരു ഈവനിങ് ടൈം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണത്. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നവർക്ക് പോവാം. ഞാൻ ഇറങ്ങിയില്ല, ബോട്ടിങ്ങിന് ഇറങ്ങിയില്ല. ഒന്ന് ഫംഗ്ഷനൊക്കെ പോയിട്ട് വന്ന് ടയേർഡായിരുന്നു. പിന്നെ ഇവിടെ മഴയുടെ സാധ്യത ഉള്ളത് കൊണ്ട് റിസ്ക് എടുക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോട്ടിങ്ങിന് ഇറങ്ങിയില്ല. അപ്പോൾ ബോട്ടിങ്ങിന് പോകാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ബോട്ടിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആൻഡ്
കായലിലും കടലിൻ്റെ ആ ചേരുന്ന ആ ഒരു സ്ഥലത്ത് നമുക്ക് കാലൊക്കെ നനച്ച് കുറച്ച് നേരം അവിടെ കളിച്ചൊക്കെ നിൽക്കാനായിട്ട് നല്ലൊരു സ്ഥലമാണത്. ആൻഡ് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ കല്ലിലൊക്കെ ഇരുന്ന് ഇനി ഈ കാലൊന്നും നനയ്ക്കേണ്ട, വെള്ളമൊക്കെ അതേ ചിലവർക്ക് കടൽ പേടിയാണല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താണ് കല്ലിൻ്റെ പുറത്ത് ഇരുന്ന് കുറച്ച് ടൈമൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാം. പിന്നെ വരുന്ന വഴിക്ക് തന്നെ ഒരു കഫറ്റീരിയ ഉണ്ട്, ഐസ്ക്രീം, ഈ വണ്ടിയിൽ ഐസ്ക്രീം വിൽക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ റിഫ്രഷ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും. അപ്പോൾ കണ്ടോ ഗൈസ്, ഇവിടെ കടല് നല്ല അടിപൊളി ഒരു സീനായിട്ടില്ലേ തോന്നുന്നത്. എനിക്ക് എന്തായാലും ഇവിടെ കുറച്ച് നേരം ഇരിക്കാൻ കുറച്ച് നേരം കൂടെ ഇരിക്കണം എന്ന് തോന്നി. പക്ഷേ ഞാൻ കുറച്ച് നേരം കൊണ്ട് ഇരിക്കാത്ത കാരണം എന്ന് വെച്ചാൽ ഞാൻ നല്ല ടയേർഡായിപ്പോയി. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയി ഉറങ്ങണം എന്നൊരു മൈൻഡ് സെറ്റിലായിപ്പോയി ഞാൻ. അപ്പോൾ ഇവിടെയൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ നമ്മൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങി അങ്ങനെ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് വർക്കല പോകുന്ന റൂട്ടാണിത്. അപ്പോൾ നമ്മൾ താഴേന്ന് കണ്ട കാപ്പിൽ ബ്രിഡ്ജാണിത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇറങ്ങുന്ന ടൈമിൽ ഞാൻ ബോട്ടിങ്ങിൻ്റെ ആ ബോർഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങിയപ്പോൾ ആ ബോർഡൊന്നും കണ്ടില്ല, കട പൂട്ടിയിട്ട് പോയി. അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്താണ് ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം, ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം, ബോട്ടിങ്ങൊക്കെ എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ ചാനലിൽ വേറെ കുറേ ട്രാവൽ വീഡിയോസ് ഉണ്ട്, അതും കാണുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.